ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോഴത്തേ രാവിലെ തന്നെ നല്ല മഴയാണ്. ചെറുതിനാണെങ്കിൽ ഒട്ടും വയ്യാട്ടോ, പനിയും ജലദോഷമൊക്കെ ആയിട്ട് അവൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മെഹസാനെ നഴ്സറിയിലും വിടണം. മെഹസാനെ ഞാൻ കുളിപ്പിച്ചൊരുക്കി ഫ്രഷാക്കി ഉടുപ്പൊക്കെ ഇട്ട് ഫുഡൊക്കെ കൊടുത്ത് നിർത്തിയേക്കണേ. ചെറുതിനെ കൂടെ ഒരുക്കിയിട്ട് താഴത്താക്കണം ഉമ്മീൻ്റെ അടുത്ത്, എന്നിട്ട് വേണം പോകാൻ. അങ്ങനെ ചെറുതിനെ താഴത്തെ ഏൽപ്പിച്ച് ഞങ്ങളിത് ഇറങ്ങിയിട്ടാണ്. കുട എടുക്കാത്തത് കൊണ്ട് തന്നെ പകുതി എത്തിയപ്പോൾ മഴ പെയ്തപ്പോൾ പെട്ട അപ്പുറത്തെ വീട്ടിൽ കയറി നിൽക്കണ. മഴ തോർന്നിട്ട് ഇനി പോകാൻ പറ്റുള്ളൂ. നല്ല മഴയുണ്ട് ഇവിടെ. കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളത് ഇറങ്ങി മൂപ്പര് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പോണേ. വഴിയിൽ നിന്ന് ഫ്രണ്ടിനെ കണ്ട്, ഫ്രണ്ടിനായിട്ട് നഴ്സറി കയറുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ട്. അപ്പോൾ പിന്നെ ഒന്നുകൂടി ഹാപ്പിയായി. അങ്ങനെ അവളെ നഴ്സറിയിലാക്കി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്ന് താഴത്തുനിന്ന് ചെറുതിനെ എടുത്തുകൊണ്ട് മേളിലോട്ട് കയറി. ഡ്രസ്സൊക്കെ മാറാൻ, അവൾക്ക് ഫുഡൊക്കെ കൊടുക്കണം. അവളാണെങ്കിൽ കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു. വയ്യാത്തത് കാരണം മൂപ്പർക്കൊരു സുഖമില്ല. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. ഇക്കാക താഴത്ത് ഞങ്ങളെ കാത്ത് നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി ഇക്കാകതയെ അവളെ എടുത്തുകൊണ്ട് റോട്ടിലോട്ട് പോയി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴൊന്നും മഴയില്ല കേട്ടോ, മഴ മാറിയിട്ടുണ്ടായി ഈ സമയത്തൊക്കെ. മട്ടാഞ്ചേരി ഹോസ്പിറ്റലിലാണ് രണ്ടുപേരെയും കാണിക്കുന്നത്, കുട്ടികളുടെ ഡോക്ടർ. അങ്ങനെ അതേ ഹോസ്പിറ്റലിലെത്തി. ഇക്കാക ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞാനപ്പോൾ വേഗം ഒപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അവിടെ ഭയങ്കര ക്യൂ. ആ അറ്റം മുതൽ ഈ അറ്റം വരെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനായിരുന്നു ലാസ്റ്റ് പോസ്റ്റ് അടിച്ച് നിൽക്കണേന് ഇവിടെ. ഇനി 2-3 പേര് കൂടി കഴിഞ്ഞാൽ എനിക്ക് ചീട്ടെടുക്കാം കേട്ടോ. അപ്പോഴേക്കും പുറത്ത് പിന്നെയും നല്ല മഴ പെയ്ത് ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തൊക്കെ വെള്ളമായിരുന്നു. പാപ്പയും മോളും എന്നെയും കാത്ത് നിൽക്കണം. ആ കാറൊക്കെ നോക്കിയിട്ട് അവിടെ ഉണ്ടാവും ഡോക്ടറെ ഇരിക്കുന്നത്. അപ്പോൾ ഈ മഴ തോർന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. മഴ തോർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ അങ്ങോട്ട് പോയി ഡോക്ടറിനെ കാണിച്ച് ഇറങ്ങി. അപ്പോൾ അതേ മുറ്റം നിറയെ വെള്ളം പുഴ പോലെ കിടക്കാൻ. ഇക്കാക അപ്പോൾ അപ്പുറത്ത് കൂടി ചാടി ഇറങ്ങിയാണ് വന്നത്. ഷൂസ് ഇട്ടേക്കണ കാരണം ഷൂസിലൊക്കെ വെള്ളമാവെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും അവൾക്ക് മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ ഞാൻ ഉറക്കി. ഞാനും കഴിക്കാനിരുന്ന്. അതിനിടയിൽ ഇക്കാകാക്ക് ഫുഡ് കൊടുത്തിട്ടാ. അതൊന്നും വീഡിയോ എടുത്തില്ല. ഞാൻ ചപ്പാത്തിയും ഇറച്ചിക്കറിയാണ് കഴിച്ചത് ഉച്ചക്ക്. ചോറ് തിന്നാൻ ഒരു മൂടുണ്ടായില്ല. പിന്നെ അതേ ഒരു 3 മണി 3:15 ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ്. കുട എടുത്തിട്ടുണ്ടായി, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഇനി മഴയെങ്ങാനും പെയ്താൽ ഇനി പിന്നെ എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് കുട എടുത്ത്. അപ്പം ഞാൻ നഴ്സറിയിലോട്ട് നടക്കണേ. ഒരാൾ എന്നെ കണ്ടപ്പോൾ തന്നെ കുട മേടിച്ച് കൈ പിടിച്ച് ഇറങ്ങി ഓടിയിട്ടുണ്ട്, രണ്ടുപേരും കൂടെ കളിക്കാൻ വേണ്ടി. അവർ പിന്നെ നഴ്സറി വിട്ടാൽ അവരുടെ കളിയും എല്ലാം കഴിയുമ്പോഴേ വരുള്ളൂ. അവർ പെട്ടെന്ന് വീട്ടിലോട്ട് വരില്ല. അവരുടെ കാട് പറിക്കലും പൂ പറിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഓടിക്കളിയൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇത് രണ്ടുപേരും വർത്താനം പറഞ്ഞ് നിൽക്കണേ. രണ്ടുപേർക്കും പിരിഞ്ഞു വരാൻ കുറച്ച് സീനാണ്. പിന്നെ അതേ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് നാളെ കാണാമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ അവരവരുടെ വീട്ടിലോട്ട് പോയി, ഞങ്ങളെ വീട്ടിലോട്ടും വന്ന്. ഞങ്ങൾ പോകുമ്പോഴേക്കും കൊച്ചെണീച്ചിട്ടുണ്ടായിട്ടാ. ഇക്കാക പിന്നെ അവളെ എടുത്ത് ഇട്ടൊക്കെ നിൽക്കണമായിരുന്നു. പിന്നെ അതേ ചോറ് കൊടുത്ത് രണ്ടുപേർക്കും. ഇനി മെഹസാനെ മേല് കഴിക്കണം, ചായ കുടിക്കണം. ഇതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.